ഹലോ! ഇന്ന് എക്സാമിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഒരു 5 മണിക്ക് എണീറ്റു. ഞാനങ്ങനെ ഒരു മോർണിംഗ് പേഴ്സൺ അല്ല. ഇതുവരെ ഒരു എക്സാമിന് ഞാൻ 5 മണിക്ക് എണീറ്റിട്ടില്ല. പിന്നെ ഈ എക്സാമിൽ തീരെ പഠിക്കാത്തതുകൊണ്ടാണ് 5 മണിക്ക് എണീറ്റ് പഠിച്ചത്. പക്ഷേ രാവിലെ മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ കുറേ നേരം ഇരിക്കാനും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ തന്നെ തലവേദന തുടങ്ങി. എങ്കിലും എന്തെങ്കിലുമൊക്കെ നോക്കണം എന്നുള്ള മൈൻഡിലാണ് ഇരിക്കുന്നത്. എത്ര നേരം ഇങ്ങനെ ഇരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതുകൂടാതെ നമുക്ക് 7 മണിക്ക് തന്നെ ട്യൂഷനിൽ പോകണം. അങ്ങനെ അത്യാവശ്യം നോക്കിക്കഴിഞ്ഞ് നമുക്കൊരു 7 മണിക്ക് ട്യൂഷനുണ്ട്. അപ്പോൾ ഒരു 6:40 ആവുമ്പോൾ ഇറങ്ങണം. അങ്ങനെ കതവൊക്കെ പൊട്ടി ഇറങ്ങി. ഇപ്പോൾ സമയം 6:40 വീട്ടിൽ ഏറ്റവും അവസാനം ഇറങ്ങുന്ന ഞാനായതുകൊണ്ട് കതവെല്ലാം പൂട്ടി കറക്റ്റായിട്ട് ഇറങ്ങാൻ പറ്റും. രാവിലെ ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. അപ്പം ഏകദേശം ഒരു 2 കിലോമീറ്റർ ഉണ്ട് വീട്ടിൽ നിന്ന് ട്യൂഷനിലോട്ട്. അപ്പം 2 കിലോമീറ്റർ നമുക്ക് നടക്കണം. രാവിലെ ആയതുകൊണ്ട് തന്നെ അധികം ആരും റോഡിലില്ല. കുട്ടികൾക്ക് എക്സാം ആയതുകൊണ്ട് തന്നെ അവരെല്ലാം നേരത്തെ വരും. 7 മണിക്ക് തന്നെ എക്സാം തുടങ്ങിയാലേ അവരെ ഒരു 8:30 ആകുമ്പോഴത്തേനെ സ്കൂളിലേക്ക് വിടാൻ പറ്റൂ. ഞാൻ ചെന്നപ്പോഴത്തേനും അത്യാവശ്യം എല്ലാ പിള്ളേരും വന്നായിരുന്നു. പിന്നെ നേരെ ബാഗ് വെച്ച് ഇതാണ് നമ്മുടെ സ്റ്റാഫ് റൂം. അപ്പോൾ സ്റ്റാഫ് റൂമിലാണ് നമ്മുടെ അത്യാവശ്യം എല്ലാ ബുക്കുകളും ഗൈഡും കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത്. അങ്ങനെ സ്റ്റാഫ് റൂമിൽ ബാഗൊക്കെ വെച്ച് അവിടെ നിന്ന് ലേബറന്തിയൊക്കെ എടുത്തിറങ്ങി. അപ്പോഴാണ് ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ ഒരു ലഡു ഒക്കെ കിട്ടി. പിതുക്കി ആ ലഡുവും കൊണ്ട് ക്ലാസ്സിലോട്ട് പോയി. ഒരു ലഡു ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആ ലഡു വീതിച്ച് കൊടുക്കണമെന്നു. അതെല്ലാം കഴിഞ്ഞ് എക്സാം ഹാളിൽ പോയിട്ട് പിള്ളേരുടെ പേപ്പർ കളക്ട് ചെയ്ത് തിരിച്ച് വീട്ടിലോട്ട് വന്നു. വീട്ടിലോട്ട് വന്നിട്ട് വേണം കഴിച്ചിട്ട് ഒന്നുകൂടി ഇരുന്ന് പഠിക്കാൻ. 1:30 എക്സാം ഉള്ളതുകൊണ്ട് പിതുക്കൊക്കെ പോയാൽ മതിയായിരുന്നു. അങ്ങനെ വന്ന് അപ്പോഴത്തന്നെ നല്ല തലവേദനയായി. പക്ഷേ എക്സാമിൻ്റെ റിസൾട്ട് വരുമ്പോൾ ആരും തലവേദന ആയിരുന്നു വലിയൊന്നും ചോദിക്കാത്തതുകൊണ്ട് എക്സാമിനിരുന്ന് പഠിച്ചു പറ്റും. അങ്ങനെ വീണ്ടും എക്സാമിന് പഠിക്കാനിരുന്നു. 11:30 ആയപ്പോഴത്തന്നെ ഞാൻ ഒരുങ്ങാൻ പോയി. കാരണം 12 മണിക്ക് നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. 12:20 ഉള്ളൂ ബസ്. എന്നാലും ഞാൻ എക്സാം ആയതുകൊണ്ട് നേരത്തെ ഇറങ്ങും. ബസ് അങ്ങനെ ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ 12 മണിയൊക്കെ ആയപ്പോഴത്തേന് വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ജംഗ്ഷനിലോട്ട് പോയി. അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരിക്കണം. 12:20 ഉള്ളൂ ബസ്. അങ്ങനെ ജംഗ്ഷനിലെത്തി. ഇലക്ഷൻ പ്രമാണിച്ച് ജംഗ്ഷൻ മൊത്തത്തിൽ പോസ്റ്ററും പെയിൻറ്റിങ്ങും ഒക്കെയാണ്. അങ്ങനെ ബസ് 12:20 ആയപ്പോഴത്തന്നെ ബസ് വന്നു. അങ്ങനെ ബസ്സിൽ കയറിയ പഠിത്തമൊന്നും നടക്കത്തില്ലെന്ന് ഉറപ്പാണ്. പ്രൈവറ്റ് ബസ്സായതുകൊണ്ട് തന്നെ പാട്ട് കാണും. അതുകൂടാതെ എനിക്ക് മോശം സിക്നസ് ഉള്ളതുകൊണ്ട് തലവേദന കൂടി ഏകദേശം വൊമിറ്റിംഗ് ആവും എന്നുള്ളതുകൊണ്ട് എക്സാം കൊള്ളാണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ അങ്ങനെ പഠിക്കാനോ ഒന്നും ഇരുന്നില്ല. അങ്ങനെ നമ്മളൊരു 1 മണിയൊക്കെ ആയപ്പോഴത്തന്നെ കോളേജിലെത്തി. കോളേജിൽ എല്ലാവരും പഠിക്കുന്നതിൻ്റെ തിരക്കിലായിരിക്കും. അപ്പോഴായിരിക്കും ഞാനങ്ങോട്ട് കയറി ചെല്ലുന്നത്. ഇതാണ് നമ്മുടെ കോളേജ്. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോഴത്തേനെ എല്ലാവരും നല്ല പഠിക്കുന്ന തിരക്കിലൊക്കെയാണ്. എല്ലാവരും അവരുടെ സബ്ജക്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് ടെൻഷനൊക്കെ ഉണ്ടെങ്കിലും എന്നാലും കുഴപ്പമില്ല. എന്തായാലും ലാസ്റ്റ് എക്സാം അല്ലേ, എഴുതിയല്ലേ പറ്റും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ എക്സാം കഴിഞ്ഞിറങ്ങി. ഇത് നമ്മുടെ NSSൻ്റെ ഇതിൽ ചെയ്തൊരു മിററാണ്. അപ്പോൾ എല്ലാവരും മുഖം നോക്കുന്നത് നമ്മുടെ ഈ മിററിലാണ്. അങ്ങനെ ഫ്രണ്ട്സൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഞാൻ ആ മിററിൻ്റെ അടുത്ത് നിന്നു. പിന്നെ ഇതാണ് നമ്മുടെ ക്ലാസ്. അപ്പം ഒരു മീറ്റിംഗ് ഉണ്ട്. 4ാമത്തെ സെമ്മിൽ നമ്മൾ ഏതൊക്കെ സബ്ജക്റ്റ് എടുക്കുന്നേ എന്ന് ടീച്ചറിന് എഴുതി കൊടുക്കണം. ഞാൻ എൻ്റെ സബ്ജക്റ്റ് തീരുമാനിക്കാത്തതുകൊണ്ട് തന്നെ നാളെ എഴുതി തരാമെന്ന് മിസ്സിനോട് പറഞ്ഞു. പക്ഷേ എൻ്റെ കൂടെയുള്ള എല്ലാവരും സബ്ജക്റ്റൊക്കെ എഴുതി കൊടുത്തു. അങ്ങനെ സബ്ജക്റ്റൊക്കെ എഴുതി കൊടുത്തിട്ട് ഇറങ്ങിയപ്പോഴത്തേനും ഒരു സമയമായി. പക്ഷേ എനിക്കിപ്പോഴൊന്നും ബസ്സില്ല. ഇനി 4:40 ഉള്ളൂ ബസ്. അപ്പോഴത്തേനും നല്ല വിശപ്പായി. ഉച്ചയ്ക്കാണെങ്കിലും നമ്മളൊന്നും കഴിച്ചില്ല. അങ്ങനെ ബേക്കറി കയറി ഒരു ലൈമും ഒരു ഷവർമയൊക്കെ കഴിച്ച് നേരെ KSRTC സ്റ്റാൻഡിലോട്ട് പോയി. അങ്ങനെ അവിടുന്ന് ബസ്സൊക്കെ കയറി നേരെ ട്യൂഷനിലോട്ടാണ് പോകുന്നത്. വീട്ടിൽ വരാൻ സമയമില്ല. അങ്ങനെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് നമുക്കിനി ഒരു 6 മണി 6:30 ഒക്കെ ആകുമ്പോഴത്തേനും അവിടെ നിന്ന് ഇറങ്ങണം. ബസ്സിൽ പോകുമ്പോൾ പാട്ട് കേൾക്കുന്ന ഒരു ശീലമാണ്. പക്ഷേ അങ്ങനെ ഹെഡ്സെറ്റ് ഒന്നും യൂസ് ചെയ്യാത്ത ഒരാളായതുകൊണ്ട് തന്നെ KSRTC ബസ്സിൽ പാട്ടും വെക്കില്ലല്ലോ. അങ്ങനെ പിന്നെ വിൻഡോ സീറ്റ് ആയതുകൊണ്ട് വെളിയിലോട്ടൊക്കെ നോക്കിയിരുന്നു. പിന്നെ നമ്മൾ ട്യൂഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ ജാനുണ്ടായിരുന്നു. അങ്ങനെ ജാനിനെയൊക്കെ കളിപ്പിച്ച് അവിടെ കുറച്ച് നേരം നിന്നു. അപ്പോഴത്തേനും സമയം ഒരു 6:30 ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഇവനാണ് നമ്മളെ ഇന്ന് വീട്ടിൽ കൊണ്ടുവിടുന്നത്. നടക്കാൻ തീരെ വയ്യാത്തതുകൊണ്ട് അവൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ നമ്മൾ വീട്ടിലോട്ട് പോയി. സാധാരണ ഈ സമയം നേരെ വീട് കഴിഞ്ഞ് ജിമ്മിലോട്ടാണ് പോകേണ്ടത്. അതായിരുന്നു നമ്മുടെ ജിമ്മ്. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ജിമ്മിൽ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി ജിമ്മ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ട്യൂഷനിൽ നിന്ന് വന്ന് ഫ്രഷൊക്കെ ആയി. ഞാൻ അത്യാവശ്യം വായിക്കുന്ന ബുക്കൊക്കെയാണത്. ഇങ്ങനെ ബുക്കിൻ്റെ കളക്ഷൻ കൂട്ടി ഒരു ബുക്ക് കോർണറൊക്കെ സെറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കയ്യിൽ ഒരു കൊറിയർ കിട്ടുന്നത്. ആ കൊറിയറിനകത്ത് നമ്മുടെ വോൾ സ്റ്റിക്കറാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള വോൾ സ്റ്റിക്കറായിരുന്നു. അതൊക്കെ പൊട്ടിച്ച് നോക്കി. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ കഴിച്ചിട്ട് അടുത്ത പണിയിലോട്ട് കടന്നു. എനിക്കൊരു ജ്വല്ലറി ബിസിനസ്സുണ്ട്. അപ്പോൾ എക്സാം ആയതുകൊണ്ട് അതെല്ലാം മാറ്റി വെച്ചേക്കുമായിരുന്നു. ഇനി അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം. അതിനെല്ലാ സാധനങ്ങളും ജസ്റ്റ് ഒന്ന് അടുക്കി വെക്കുമായിരുന്നു. അപ്പോൾ പെതുക്കെ നമുക്ക് തുടങ്ങാമായിരുന്നല്ലോ. അങ്ങനെ
എക്സാമായിട്ട് മാറ്റി വെച്ച കുറേ അധികം കാര്യങ്ങളുണ്ട്. അതെല്ലാം കറക്റ്റായി ഇനി ചെയ്ത് വരണം. കുറച്ച് മൂവീസും സീരീസും കുറച്ച് ബുക്കൊക്കെ വായിക്കാനുണ്ട്. അതൊക്കെ വായിച്ച് സെറ്റാക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു കുട്ടി ബൈ.